പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരൽ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിവിധ പരാമർശവുമായി ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ. കള്ളുകുടിച്ചാണ് കാരൽ നടത്തിയത് എന്നും കാരോൾ സംഘം മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് സീറോ മലബാർ സഭ പ്രതികരിച്ചു. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരോൾ സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകനായ അശ്വിൻ രാജിന്റെ ആക്രമണമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് BJP നേതാവ് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. കുട്ടികൾ കള്ളുകുടിച്ചെത്തിയെന്നാണോ പറയുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊതുവായി പറഞ്ഞതെന്ന് സി കൃഷ്ണകുമാറിന്റെ വിശദീകരണം. ഞാൻ ഈ പോയ ആളുകളല്ല പറഞ്ഞു, മദ്യപിച്ച് കരോളിന്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. മാന്യമായല്ലാതെ കാരോൾ നടത്തിയാൽ അടി കിട്ടുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, നല്ല അടി കിട്ടും. ആക്രമണത്തെ അപലപിച്ച് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്തെത്തി. ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കാരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് DYFI. എവിടെയെല്ലാം കരോളുകൾ അവർ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പ്രതിഷേധത്തിന്റെ കരോളുമായി DYFI രംഗത്തുണ്ടാവും. ബാൻഡിൽ CPIM എന്നെഴുതിയത് കണ്ട് പ്രകോപിതനായ അശ്വിൻ കുട്ടികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നും മർദ്ദിച്ചുവെന്നും ബാൻഡ് ചവിട്ടിപ്പൊട്ടിച്ചെന്നുമാണ് പരാതി. വധശ്രമം, കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് RSS പ്രവർത്തകനായ അശ്വിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.